Lenovo 17,000 18,000 ലോക്കൽ കച്ചവടക്കാരോട് പോയി ചോദിച്ചു നോക്കണം. ഒരു 100 എണ്ണം ഒരുമിച്ച് മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടുമെന്നും 1000 മേടിക്കുമ്പോൾ സർക്കാർ സംവിധാനം അതിന്റേതായ വ്യവഹാരങ്ങളുണ്ട്, അതിന്റേതായ ഉത്തരവുകളുണ്ട്, അതിന്റെ ടെൻഡറുകളുണ്ട്, പർച്ചേസ് പേപ്പറുണ്ട്, പർച്ചേസ് മാനുവലുണ്ട്. അതിന് പ്രകാരമേ വരൂ ഈ കാര്യം. ആയിക്കോട്ടെ. അപ്പൊ അത് കളത്തരം സമ്മതിച്ചാൽ മതി. ഇതൊരു കോമൺ സെൻസ് ഉള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് കടക്കാരന് കിട്ടുന്ന 700-750 രൂപയ്ക്കായിരിക്കും. അത് അതിന് മുൻപ് ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി 100 രൂപയ്ക്കായിരിക്കും. ഈ 100 രൂപയ്ക്ക് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് പല ലേബർ ചാർജുകളും ചേർത്ത് 500 ആവും, ട്രാൻസ്പോർട്ട് ചാർജ് മറ്റു സാധനങ്ങളും ചേർത്തുകൊണ്ട് 700 ആവും. ആ 700 രൂപയ്ക്ക് കടക്കാരന് കിട്ടുന്ന സാധനമാണ് നമുക്ക് എത്ര രൂപയ്ക്ക് തരുന്നത്? 1000 രൂപയ്ക്ക് അവർ തരുന്നത്. വില വെച്ച് ചിലപ്പോൾ 950 രൂപയ്ക്ക് തരും. ഇത് നമ്മൾ പിന്നെ ഒരു 500 എണ്ണം ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 800 രൂപയ്ക്കോ 820 രൂപയ്ക്കോ നമുക്ക് സാധനം കിട്ടും. പക്ഷേ 1000 രൂപയുടെ തന്നെ ബില്ലിട്ടിട്ട് ആ സാധനം പർച്ചേസ് ചെയ്ത് 1000 രൂപ കടക്കാരന് കൊടുത്തിട്ട് കടക്കാരൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ആദ്യത്തെ വില ഉണ്ടല്ലോ, ഒരു 800 രൂപയോ 820 രൂപയോ, അത് കുറച്ചിട്ട് ബാക്കി 150 രൂപ 200 രൂപയ്ക്ക് ആ കടയിൽ നിന്ന് മേടിക്കുക എന്നുള്ളത് സാമാന്യ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും. രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി എന്നെ സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തെളിവ് ചോദിച്ചോ? അപ്പൊ അവിടെ നിങ്ങൾക്ക് തെളിവ് ചോദിക്കേണ്ട, ഇവിടെ തെളിവ് ചോദിക്കണം. നിങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഇത്തരം പോഷത്തരങ്ങൾ ഇരുന്ന് വിളിച്ചു പറയുന്നത്.